അമേരിക്കൻ പ്രസിഡന്റ് ഇലക്ട്രോണിക്സ് ഇമ്പോർട്ടിന് മുകളിലുള്ള താരിഫ് ഒഴിവാക്കിയതിനെ തുടർന്ന് ഇന്ന് ഏഷ്യൻ മാർക്കറ്റ് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. ജപ്പാന്റെ ഇൻഡെക്സ് 2% ഉയർന്നാണ് ട്രേഡ് ചെയ്യുന്നത്. കൊറിയൻ ഇൻഡെക്സിലും ബൈയിങ് മൊമെന്റം പ്രകടമാണ്. സ്മാർട്ട് ഫോണുകൾ, കമ്പ്യൂട്ടർ, മറ്റ് ഇലക്ട്രോണിക്സ് തുടങ്ങിയ കൺസ്യൂമർ ഇലക്ട്രോണിക്സ് പ്രോഡക്റ്റുകൾക്ക് മുകളിലുള്ള ഇമ്പോർട്ട് താരിഫാണ് അമേരിക്ക ഒഴിവാക്കിയിരിക്കുന്നത്. ഇത് ജപ്പാനിലെ ചിപ്പ് മാനുഫാക്ചറിംഗ് കമ്പനികളെയും ഇലക്ട്രോണിക്സ് എക്യുപ്മെൻറ്റ് മാനുഫാക്ചറിംഗ് കമ്പനികളെയും പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ജപ്പാന്റെ ഇൻഡെക്സ് 2.2% ഉയർന്ന് ട്രേഡ് ചെയ്യുന്നു. കൂടാതെ ജപ്പാൻ, ദക്ഷിണ കൊറിയ തുടങ്ങിയ പ്രധാന വ്യാപാര പങ്കാളികളുമായിട്ടും അമേരിക്ക ചർച്ചയിലേർപ്പെട്ടിരിക്കുകയാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് ഏഷ്യൻ മാർക്കറ്റുകളിലൊക്കെ പോസിറ്റീവ് മൊമെൻ്റം പ്രകടമാണ്. കൊറിയൻ ഇൻഡെക്സ് 0.89% ഉയർന്നു. ഹോങ്കോങ് ഇൻഡെക്സ് 1.4% ഉയർന്നാണ് ട്രേഡ് ചെയ്യുന്നത്. ജപ്പാൻ ഇൻഡെക്സ് 2%, ഓസ്ട്രേലിയ S&P ഇൻഡെക്സ് 0.71% ഉയർന്ന് ട്രേഡ് ചെയ്യുന്നു. ഇന്ന് അംബേദ്കർ ജയന്തി ആയതുകൊണ്ട് ഇന്ത്യൻ മാർക്കറ്റിന് അവധിയാണ്. ഏപ്രിൽ 17-യോടനുബന്ധിച്ച് പ്രമുഖ IT കമ്പനികളായ ഇൻഫോസിസ്, വിപ്രോ, ടാറ്റ എൽക്സി തുടങ്ങിയ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവരികയാണ്. ഈ സാഹചര്യത്തിൽ റിയാലിറ്റി സെക്ടർ ഉൾപ്പെടെയുള്ള കൺസ്യൂമർ സെൻസിറ്റീവ് ആയിട്ടുള്ള സെക്ടറുകളെ ഒഴിവാക്കണം എന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത്. ഇതിനുള്ള പ്രധാന കാരണം കഴിഞ്ഞ ദിവസം പുറത്തുവന്ന TCSന്റെ ക്വാർട്ടർലി റിസൾട്ടിൽ വരാനിരിക്കുന്ന സാമ്പത്തിക മാന്ദ്യത്തെക്കുറിച്ചുള്ള ഒരു സൂചന നമ്മൾക്ക് ലഭിച്ചിരുന്നു. ഏപ്രിൽ 17 പുറത്തുവരുന്ന പ്രമുഖ IT കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ടിൽ നിന്നും റിസഷനെക്കുറിച്ചുള്ള കൂടുതൽ സൂചനകൾ ലഭിച്ചേക്കാം. അങ്ങനെ റിസഷനെക്കുറിച്ചുള്ള കൂടുതൽ സൂചനകൾ ലഭിക്കുകയാണെങ്കിൽ അത് പ്രൈസ് സെൻസിറ്റീവ് സെക്ടറായ റിയാലിറ്റി, കൺസ്യൂമർ ഡ്യൂറബിൾസ്, ഓട്ടോ തുടങ്ങിയ സെക്ടറുകളെ പ്രതികൂലമായി ബാധിച്ചേക്കാം. TCSന്റെ ക്വാർട്ടർലി റിസൾട്ട് റിസഷൻ്റെ സൂചനകൾ നൽകിയിരുന്നു. കൂടാതെ 2026 വർഷത്തിൽ TCS പ്രഖ്യാപിച്ച സാലറി ഹൈക്ക് വൈകും എന്ന രീതിയിലുള്ള അപ്ഡേറ്റും പുറത്തു വന്നിട്ടുണ്ട്. ഇതൊക്കെ റിസഷനും അല്ലെങ്കിൽ സാമ്പത്തിക മാന്ദ്യത വരാനുള്ള സൂചനയാണ് നൽകുന്നത്. പ്രത്യേകിച്ചും താരിഫ് ഹൈക്കുമായി ബന്ധപ്പെട്ട അൺസർട്ടനിറ്റി നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ. അതുകൊണ്ടാണ് ഈ വരുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഏപ്രിൽ 17 പ്രമുഖ IT കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട് വരുന്നത് വരെയെങ്കിലും പ്രൈസ് സെൻസിറ്റീവ് ആയിട്ടുള്ള റിയാലിറ്റി, കൺസ്യൂമർ, ഓട്ടോ തുടങ്ങിയ സ്റ്റോക്കുകളെ ഒഴിവാക്കണം എന്ന് അനലിസ്റ്റുകൾ പറയുന്നത്. അതേസമയം നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്ന സെക്ടറുകൾ FMCG, ഫാർമ തുടങ്ങിയ സെക്ടറുകളാണ്. താരതമ്യേന സുരക്ഷിതമെന്ന് വിശ്വസിക്കുന്ന ഫാർമ, റിയാലിറ്റി തുടങ്ങിയ സെക്ടറുകളിൽ നമ്മൾക്ക് വരും ദിവസങ്ങളിൽ ഫോക്കസ് ചെയ്യേണ്ട 2 സ്റ്റോക്കുകളെ കൂടി പരിചയപ്പെടാം. ഒന്നാമത്തെ സ്റ്റോക്ക് ITC എന്ന സ്റ്റോക്കിൽ ഒട്ടുമിക്ക ബ്രോക്കേജ് ഏജൻസികളും ബുള്ളിഷ് ഔട്ട്ലുക്കാണ് വെച്ച് പുലർത്തുന്നത്. PNB പരിവാസ് പോലുള്ള ബ്രോക്കേജ് ഏജൻസികൾ FMCG സെക്ടറിലെ തന്നെ ടോപ്പ് പിക്കായിട്ടാണ് ITCയെ സെലക്ട് ചെയ്തിരിക്കുന്നത്. 2014 മുതൽ 2024 വരെയുള്ള 10 വർഷത്തിനിടയിൽ 9% CAGR കൂടിയുള്ള വളർച്ച കൈവരിച്ച ITC വരും സമയങ്ങളിലും ഡീസൻറ്റ് പെർഫോമൻസ് നിലനിർത്തും എന്നാണ് PNB പരിവാസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ടെക്നിക്കലി നോക്കുകയാണെങ്കിലും വളരെ അട്രാക്റ്റീവ് പ്രൈസിലാണ് ITC എന്ന സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 420 മുകളിൽ സ്റ്റോക്ക് ക്ലോസിംഗ് നൽകി. കൂടാതെ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ കൺസോൾട്ടേഷനിൽ നിന്നുള്ള ഒരു ബ്രേക്കൗട്ട് നമുക്ക് സ്റ്റോക്കിൽ കാണാൻ സാധിച്ചു. 395 മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുന്നിടത്തോളം കാലം സ്റ്റോക്കിൽ ബുള്ളിഷ് ട്രെൻഡ് തന്നെയായിരിക്കും നിലനിൽക്കുക. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 410 വളരെ പ്രധാനപ്പെട്ട സപ്പോർട്ടാണ്. അത് കഴിഞ്ഞാൽ 404 ആയിരിക്കും സ്റ്റോക്കിൻ്റെ പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കുക. ഇവിടെ നിന്നും 431, 444, 454 തുടങ്ങിയ ലെവലുകളിലേക്ക് സ്റ്റോക്ക് ഉയരാനുള്ള സാധ്യതയുണ്ട്. 100-ഡേ എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിനടുത്തായിട്ടാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ഈ 100-ഡേ എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ച് ഒരു റെസിസ്റ്റൻസ് സോണാണ്. ഈ റെസിസ്റ്റൻസ് സോണിന് മുകളിൽ സ്റ്റോക്ക് വരും ദിവസങ്ങളിലും സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ പിന്നീട് സ്റ്റോക്ക് 431 എന്ന 200-ഡേ എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിലേക്ക് ഉയർന്നേക്കാം. അവിടെ നിന്നും 444, പിന്നീട് 454, അതിനുശേഷം 461 പോലുള്ള ടാർഗറ്റുകളാണ് ITCയിൽ കാണുന്നത്. ഫാർമ സെക്ടറിൽ നിന്നും ഫോക്കസ് ചെയ്യേണ്ട സ്റ്റോക്ക് ജ്യോതി ലാബ്സ് ആണ്. 370 രൂപയ്ക്ക് അടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു. ജ്യോതി ലാബ്സിലും നമ്മൾക്ക് ഒരു കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ശക്തമായ ബൈയിങ് മൊമെൻറ്റവും ഒരു ബ്രേക്കൗട്ടും കാണാൻ സാധിച്ചു. 365 മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുന്നിടത്തോളം കാലം അപ്സൈഡ് മൊമെൻറ്റം തന്നെയാണ് സ്റ്റോക്കിൽ പ്രതീക്ഷിക്കുന്നത്. ഈ സ്റ്റോക്കിന് 352, 340 തുടങ്ങിയ ലെവലുകളിൽ സ്ട്രോങ് സപ്പോർട്ടുമുണ്ട്. ഇവിടെ നിന്നും 410, 430 തുടങ്ങിയ ലെവലുകളിലെ ടാർഗറ്റാണ് ജ്യോതി ലാബ്സിൽ നമ്മൾ എയിം ചെയ്യേണ്ടത്. MACD നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ MACDയിൽ ഒരു ബൈയിങ്ങിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോസിറ്റീവ് ക്രോസ് ഓവർ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ RSIയും അട്രാക്റ്റീവാണ്. അതുകൊണ്ട് FMCG, ഫാർമ തുടങ്ങിയ സെക്ടറിലെ ഈ 2 സ്റ്റോക്കുകളെ ബ്രേക്കൗട്ട് ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ വരും ദിവസങ്ങളിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്